എല്ലാ വിഭവങ്ങൾക്കും നല്ല രുചിയുണ്ടായിരുന്നു. അപ്പൊ ഇതുവരെ ഇതെല്ലാം ഉണ്ടാക്കിയിരുന്നത് രാധികയായിരുന്നു അല്ലേ മോളെ? അല്ലല്ല, ഞാൻ തന്നെ അച്ഛൻ ഉണ്ടാക്കിയിരുന്നത്. എന്നിട്ട് ഇന്ന് എന്ത് പറ്റി? ഇന്ന് നടന്ന പ്രശ്നങ്ങളൊക്കെ ഓർത്ത് ആകെ ടെൻഷനിലായിരുന്നു ഞാൻ. എല്ലാം ഞാൻ മാറ്റി ഉണ്ടാക്കാം, എല്ലാം നന്നായിട്ട് ചെയ്യാം. ആ, ശ്രമിച്ചു നോക്ക്. അല്ല, കഴിക്കുന്നില്ലേ? ദുരന്തരന്ന് വാങ്ങാൻ എനിക്ക് വയ്യ. അല്ലാതെ തന്നെ ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ടല്ലോ. എനിക്കും വേണ്ട. അയ്യോ ചെറിയമ്മേ, ഇതൊന്ന് കഴിച്ചു നോക്കിയേ. പരീക്ഷിക്കാൻ വേണമെങ്കിലേ ഞാൻ ആളെ വിട്ടുതരാൻ പ്രിയങ്കെ. എന്നെ വിട്ടേക്ക്. സോറി അമ്മേ, ഞാൻ കാരണം എല്ലാരും പട്ടിണിയായല്ലേ. അത് സാരമില്ല മോളെ, എല്ലാവർക്കും എന്തെങ്കിലും ഫുഡ് വരുത്താം. മോളും ഇത് കഴിക്കണ്ട കേട്ടോ, അത്രയ്ക്ക് മോശോ. ഞാനാ മുത്തശ്ശി. മുത്തശ്ശി, ആ സിനിമ മാഗസിൻ വേണോന്ന് പറഞ്ഞിരുന്നല്ലേ? ഒരു പയ്യനത് കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ടാവും, ഒന്ന് നോക്കിയേ. നോക്കാം. ഫോൺ വെക്കണ്ട കേട്ടോ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. നിന്നെ പ്രിയങ്ക പറഞ്ഞു വിട്ടതല്ലേ, അത് ഞാൻ നേക്കും. എനിക്ക് ആളെ അറിയില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ. എനിക്ക് തന്നെയാ. ഞാൻ നേരെ നീ പൊയ്ക്കോ, പോടാ. കിട്ടിയോ മുത്തശ്ശി? കിട്ടി മോളെ. പിന്നെ മുത്തശ്ശി, വേറൊരു കാര്യം. എന്താടി? എന്റെ സിനിമയിലേക്ക് വേണ്ടി ചേച്ചി ഒരു പാട്ട് പാടിയില്ലേ? ആ പാട്ട് കുറച്ചു മുമ്പേ ടിവിയിൽ കാണിച്ചു. ഇവിടെ എല്ലാരും കണ്ടു. ഇതിനിടയിൽ അങ്ങനെ ഉണ്ടായോ? ഞാൻ എപ്പോഴും മുത്തശ്ശിയോട് പറയാറില്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു എന്ന് വിചാരിക്കുമ്പോ ഏതെങ്കിലും വിധത്തില് ആ നാശം പിടിച്ചവൾ എന്നെ മറികടക്കും. ആ പാട്ടിനെ കുറിച്ച് എന്തൊരു അഭിപ്രായമാണെന്ന് അറിയോ? മിക്കവാറും എന്റെ സിനിമ കൊണ്ട് അവളായിരിക്കും രക്ഷപ്പെടാൻ പോകുന്നത്. എടി, അവള് രക്ഷപ്പെടണോ ശിക്ഷിക്കപ്പെടണോന്ന് ഞാനല്ലേടി തീരുമാനിക്കുന്നേ. നീ ഇപ്പൊ കൊടുത്തയച്ച സാധനങ്ങളുണ്ടല്ലോ, അത് മാത്രം മതി എനിക്ക് അവളെ ഇവിടുന്ന് പടി കടത്താൻ. ആ സിനിമ മാഗസിനൊക്കെ വെച്ച് മുത്തശ്ശി എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നീ കണ്ടോ, രാധിക ഇവിടുന്ന് പടി ഇറങ്ങി പോയതിനു ശേഷം നിന്നെ ഞാൻ വിളിക്കാം. അപ്പൊ പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങള്. രാധിക എന്റെ മോളേക്കാൾ വലിയവളാവാൻ ഞാൻ സമ്മതിക്കില്ല. രാധികയുടെ കഴുത്തിൽ വരുൺ താലി കെട്ടിയതേ ഈ ജന്മം ദേവനാരായണൻ അറിയില്ല. അത് മുത്തശ്ശി നിനക്ക് തരുന്ന ഉറപ്പാ. ഞാൻ ചിലപ്പോ ദൈവത്തിനെ പോലും സംശയിക്കും, പക്ഷെ മുത്തശ്ശി ഒരിക്കലും സംശയിക്കില്ല. പിന്നെ നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഒരുക്കട്ടെ. ശരി മുത്തശ്ശി.
നോക്കി നടക്കണ്ടേ മോളെ? അത് ആ, കൊളുത്തിയ വിളക്കും കത്തിയ തിരിയും നിലത്ത് വീഴുന്നത് അത്ര നല്ല ശകുനമല്ല. അച്ഛാ ഞാൻ അറിയാതെ. ഇതിലൊക്കെ എല്ലാവർക്കും ഇവിടെ വിശ്വാസം ഉള്ളതല്ലേ പ്രിയങ്കെ? അത് നീ ശ്രദ്ധിച്ചു ചെയ്യണ്ടേ? എന്താ പത്മിനി, നിനക്കൊന്നും പറയാനില്ലേ? അല്ലെങ്കിൽ കുടുംബത്തിൽ നടക്കുന്ന ശകുനോ അപശകുനോ ഒക്കെ കൃത്യമായിട്ട് വേർതിരിച്ച് പറയുന്നവളാണല്ലോ നീ. എന്തോ ഒരു ദുരിതത്തിന്റെ വരവാ, അതിന്റെ സൂചനയാ ഈ കാണുന്നതൊക്കെ. രാധിക ഈ വീട് വിട്ട് ഇറങ്ങിയ നിമിഷം മുതല് കാണുന്നതെല്ലാം കുഴപ്പങ്ങളാ. അവളുടെ നെഞ്ചിലെ ഒരു സത്യമുണ്ട്. അത് കുത്തി നോവിച്ചവരാരും അതിന്റെ പേരിൽ വേദനിക്കാതിരിക്കാനാവില്ല. അവള് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഭഗവാന് അതിനുള്ള ശക്തിയുണ്ടല്ലോ. പത്മിനി അതൊക്കെ ഒന്ന് തുടച്ചുകളേ. അമ്മേ, എനിക്ക് എന്തെങ്കിലും ഒരു ദോഷം വരാൻ ചേച്ചി ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവോ?